അപ്പോൾ സുംബനെ കുറിച്ച് അന്വേഷിക്കുന്ന ഒരുപാട് ആളുകളുണ്ട്. എന്നോട് തന്നെ പലരും ചോദിച്ചിട്ടുണ്ടായിരുന്നു. അതാണ് ഞാൻ ഇത്ര പെട്ടെന്നൊരു വീഡിയോ ചെയ്യാനായിട്ട് കാരണം. അപ്പോൾ ഈ കാഞ്ഞാണിയിലാണ് ഇപ്പോൾ ഈ സുംബുള്ളത്. നമുക്ക് 3 ബാച്ചുകളിലായിട്ടാണ് ഇവിടെ നടക്കുന്നത്. രാവിലെ 6:30 മുതൽ 8 മണി വരെ, പിന്നെ 10:30 മുതൽ 11:30 വരെ, പിന്നെ വൈകിട്ട് 5:30 മുതൽ 6:30 വരെ. അപ്പോൾ നമുക്ക് ഓരോരുത്തരുടെ സമയത്തിനനുസരിച്ച് ഇഷ്ടപ്പെട്ട ബാച്ചുകൾ നമുക്ക് തിരഞ്ഞെടുക്കാം. മോർണിംഗ് ബാച്ച് എന്ന് പറയുന്നത് മിക്സഡ് ആയിട്ടുള്ള ഒരു ബാച്ചാണ്. പിന്നെ ഞാൻ 3 വർഷത്തിൽ കൂടുതലായി ഇങ്ങോട്ട് വന്നിട്ട്. ഞാനൊരു തൈറോയിഡ് പേഷ്യൻ്റാണ്. അപ്പോൾ എന്താ പറയുക, തൈറോയിഡ് മൂലം എനിക്ക് നല്ല വണ്ണം വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിനൊക്കെ എനിക്ക് ഒരുപാട് മാറ്റങ്ങൾ വന്നു. പിന്നെ നമ്മൾ മാനസികമായിട്ട് എന്താ പറയുക, ഡിപ്രഷനുള്ളവർ, മാനസികമായിട്ടുള്ള ഒരുപാട് ബുദ്ധിമുട്ട് അനുഭവിക്കുന്നു, അവർക്കൊക്കെ ഈ സുംബ എന്ന് പറയുന്നത് വളരെ അനുയോജ്യമായിട്ടുള്ളൊരു സംഭവമാണ്. ബിബി ചേട്ടനൊക്കെ നമ്മൾ ഒരുപാട് വർഷങ്ങളായിട്ട് ഇവിടെ വരുന്നതാണ്. ബിബി ചേട്ടാ പറയും. ഞാൻ 3-4 വർഷമായിട്ടുണ്ട്. പിന്നെ നമ്മൾ എക്സസൈസിന് വേണ്ടിയിട്ട് നന്നായി വേർക്കും. ഹാപ്പിയാണ് അല്ലേ? അപ്പൊ ഇനിയൊന്നും സുംബയിൽ ഇങ്ങനെ തുടരും അല്ലേ? ഓക്കെ. കൃഷ്ണേട്ട, നമ്മളെ ന്യൂട്രീഷൻ ഷെയ്ക്കിനെ കുറിച്ചിട്ട് ഒരുപാട് ആൾക്കാരുണ്ട്. എന്താണ് ന്യൂട്രീഷൻ ഷെയ്ക്കിനെ കുറിച്ച് അറിയാത്ത ഒരുപാട് ആളുകളുണ്ട്. ന്യൂട്രീഷൻ ശരിക്കും പറഞ്ഞാൽ എല്ലാവരും പറഞ്ഞൊരു മെഡിസിൻ, അങ്ങനെ കുറെ പേര് മെഡിസിൻ അല്ല, ഇതൊരു ഹെൽത്തി ഫുഡാണ്. ഇത് ആർക്ക് വേണമെങ്കിലും ഈ ഫുഡ് കഴിക്കാൻ പറ്റും. അപ്പോൾ അതായത് നമുക്ക് ഇത് മെഡിസിൻ അല്ല, ഇത് നല്ലൊരു എനർജി ഫുഡാണ്. വെയിറ്റ് കുറയ്ക്കാനും വെയിറ്റ് കൂട്ടാനും ഈ ഫുഡ് തന്നെയാണ്. ഇപ്പോൾ എല്ലാവരും വിചാരിക്കും ഇത് വെയിറ്റ് കൂട്ടാനും വേറൊരു ഫുഡ്, വെയിറ്റ് കുറയ്ക്കാൻ പറഞ്ഞത് അങ്ങനെയൊന്നുള്ള ഫുഡല്ല. വെയിറ്റ് കുറയ്ക്കാനും കൂട്ടാനും ഈ ന്യൂട്രീഷൻ ഹെൽത്തി ഒരു ന്യൂട്രീഷൻ ഫുഡാണ്. എല്ലാവർക്കും ഏജ് തൊട്ട് എല്ലാവർക്കും ഈ ഫുഡ് കഴിക്കാം. നല്ല റിസൾട്ട് എടുക്കാൻ നോക്കാം. പിന്നെ മാത്രമല്ല, നമ്മളെല്ലാവരും ഇത് കുടിച്ച് മറ്റുള്ളവർക്ക് കാണിച്ചു കൊടുക്കുന്നുണ്ട് അല്ലേ? അപ്പൊ ഞാനൊക്കെ ഇതിൽ വന്നതിന് ശേഷം ഒരു 10-11 വർഷമായിട്ട് ഈ ഫുഡ് ഫോളോ ചെയ്യുന്നുണ്ട്. ഞാനൊരു 86 കിലോ വെയിറ്റ് ഉണ്ടായിരുന്നു. ഇപ്പോൾ 71 കിലോയിലാണ്. നമ്മുടെ ഐഡിയൽ വെയിറ്റിലാണ്. ഞാനിപ്പോൾ ഇതേ വെയിറ്റ് നമ്മൾ 11 വർഷമായിട്ട് ഈ വെയിറ്റ് മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ട് പോകുന്നത്. ഓക്കെ, ഹെൽത്തി ന്യൂട്രീഷൻ ഫുഡാണ്. എല്ലാവർക്കും ഇതിൽ വന്ന് ഫോളോ ചെയ്യാം. തീർച്ചയായിട്ടും നമുക്കൊരു ഷെയ്ക്ക് അടിക്കാം. ഓക്കെ. അടിപൊളിയാണ്. അപ്പോൾ നമുക്ക് ഇഷ്ടപ്പെട്ട ഫ്ലേവർ നമുക്ക് തിരഞ്ഞെടുക്കാം. കൃഷ്ണേട്ടൻ പറഞ്ഞ പോലെ ഏതൊക്കെ മറ്റേ ഓറഞ്ച്, കുൽഫി, ചോക്ലേറ്റ് അങ്ങനെ തുടങ്ങിയ എല്ലാവിധ ഫ്ലേവേഴ്സും നമ്മളെ ഇവിടെ ഉണ്ട്. ക്ലാസ്സിലുള്ള സുഗതേട്ടനാണത്. സുഗതേട്ടൻ, നമ്മളെ സുംബനെ കുറിച്ച് എന്താ പറയാനുള്ളത്? കായികക്ഷമതയ്ക്ക് മാത്രമല്ല മാനസിക ഉല്ലാസത്തിനും കൂടിയുള്ളതാണ്. അതായത് 1.5 മണിക്കൂറോളം നമ്മൾ ഇവിടെ വരുമ്പോൾ നമ്മളെല്ലാ പ്രശ്നങ്ങളും നമ്മൾ മറക്കാൻ ശ്രമിക്കും. അത് മറക്കും ഓട്ടോമാറ്റിക്കലി. അപ്പോൾ അതൊരു ഹെൽത്ത് ഫിറ്റ്നസിന് മാനസികമായും ശാരീരികമായിട്ടുള്ള ഫിറ്റ്നസ്സാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അത് സുംബയ്ക്ക് വന്നാലാണ് കിട്ടുക. അല്ല സുഗതേട്ടൻ, ഇപ്പോൾ എത്ര മാസമായി സുഗതേട്ടനോട്? വർഷങ്ങളായി. ഏകദേശം ഒരു കൊറോണയ്ക്ക് ശേഷമാണ് ഇവിടേക്ക് വന്നത്. അതായത് 2021 ഇവിടെ എത്തിപ്പെട്ടത്. ഓക്കെ. എന്നിട്ട് അപ്പോൾ ഇനി ഇവിടുന്ന് അങ്ങോട്ട് സുംബയിലുണ്ടാവും അല്ലേ? അല്ലു, ഉണ്ണിക്ക് എത്ര മാസമുള്ളപ്പോൾ അങ്ങോട്ട് വന്നു തുടങ്ങിയത്? ഉണ്ണിക്ക് 1 വയസ്സ് കഴിഞ്ഞ പിന്നെ ഞാൻ ഡെലിവറി കഴിഞ്ഞ പിന്നെ ഒരു 89 കിലോനായി. ഉണ്ണീനെ പ്രഗ്നൻ്റ് ആകുമ്പോൾ 55 കിലോ വെയിറ്റ് ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ എനിക്ക് കുറയ്ക്കാൻ പറ്റാണ്ടായിട്ട് എനിക്ക് ഭയങ്കരമായിട്ട് വിഷമമായി. അപ്പോൾ ഞാൻ അങ്ങനെ വരുന്നുണ്ട് ഇവിടെ. ഹസ്ബൻഡ് വരുന്നുണ്ട് അല്ലേ? വരുന്നുണ്ട്. അങ്ങനെ ഞാൻ വന്നു തുടങ്ങിയത്. അപ്പോൾ ഞാൻ 25-26 കിലോനോളം കുറച്ച്. ഓക്കെ. അപ്പൊ ഉണ്ണി ഉള്ളതുകൊണ്ട് ഒരു ബുദ്ധിമുട്ടുണ്ടായില്ലേ സുംബയ്ക്ക് വരാനായിട്ട് അല്ലേ? കളിച്ചോളും. ഓക്കെ. അപ്പൊ ശരിക്കും മൊത്തത്തിൽ ഇപ്പൊ ഹാപ്പിയാണ്. സുംബയില് കണ്ടിന്യൂസ് ആയിട്ട് ഉണ്ടാവില്ലേ? നമുക്ക് നമ്മുടെ ശരീരം ഭയങ്കരമായിട്ട് വെയിറ്റ് കയറുമ്പോൾ നമ്മുടെ കോൺഫിഡൻസ് ലെവല് ഒക്കെ
പോകും, നമുക്ക് മാനസികമായിട്ട് ഭയങ്കരമായിട്ടുള്ള പ്രശ്നങ്ങൾ ഉണ്ടാവും, ഡിപ്രഷൻ വരും. ഡിപ്രഷൻ വരും. ഓക്കെ. അപ്പൊ നമ്മളതിൽ നമ്മുടെ വെയിറ്റിംഗ് സാധാരണ സെറ്റ് ആവുമ്പോൾ നമുക്ക് എല്ലാവർക്കും ഉണ്ടാവും ഒരു കോൺഫിഡൻസും പിന്നെ സന്തോഷം ഒക്കെ തിരിച്ചു കിട്ടി. ഓക്കെ, അപ്പൊ ഇവിടുന്ന് അങ്ങോട്ട് സുംബയിലുണ്ടാവും അല്ലേ? ഓക്കെ, താങ്ക് യു.